ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. വാവ നല്ല ഉറക്കത്തില്ല. അപ്പോൾ വാവയെ കൊണ്ടുപോയി കുത്തിവെക്കുന്ന ആദ്യത്തെ പണി 2.5 മാസത്തിൻ്റെ കുത്തിവെപ്പ് എടുക്കാൻ പോകണം. അപ്പോൾ വേറെ പരിപാടികളൊന്നും കാണിക്കുന്നില്ല, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വാവയെ കൊണ്ടുപോയി കുത്തിവെക്കാം. ഡാനിമോൻ എന്തായാലും കൊണ്ടുപോകുന്നില്ല. ഡാനിമോൻ ഇവിടെ നല്ല കളിയൊക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ അവൻ്റെ ആഗ്രസാധനമൊക്കെ പെറുക്കിയിട്ട് അവൻ കളിക്കട്ടെ. ഒരു സാധനം പോലും നേരെ നിൽക്കത്തില്ല കേട്ടോ. കിട്ടുന്ന പാടെ ഞങ്ങൾ ഈ പടുതിയാക്കും. അപ്പോൾ എന്തായാലും വാവ നല്ല ഉറക്കമാണ്. ഒന്നും ഒരുക്കുന്നൊന്നുമില്ല, അങ്ങനെ എടുത്തുകൊണ്ട് പോവുക. ഒരുക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ നീട്ടി കരയാനൊക്കെ തുടങ്ങും. അപ്പോൾ എന്തായാലും ഒരു കുഴപ്പമില്ലാതെ കൊണ്ടുപോയി കുത്തി വെച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരാവേ. ഹോസ്പിറ്റലിൽ പോയിട്ട് വരാവേ. ഞങ്ങൾക്ക് കുത്ത് കിട്ടി. ഇതുവരെ അങ്ങനെ പനി വലുതായിട്ടൊന്നും വന്നില്ല. അല്ലേടാ, കുത്ത് കിട്ടി ചിരിക്കുന്നവന്. ചിരിക്കുന്നുണ്ടോ? മാഷാബേർ വെക്കുവാണെങ്കിൽ ഡാനി അപ്പം കട്ടിലേ കാണുവേ. ഇത് എവിടെ പോയി ചെരുപ്പില്ലാതെ ഡാനി? എവിടെ പോവാ? എൻ്റെ എടുക്കാൻ പോവാ. ചൂലിടെ വയ്ക്കുക. എവിടെ പോവാ? തൂത്തും മാത്തണ്ട. അത് ചള്ളക്കാതിട്ട് ഇളക്കാതെ ഇനി മാറ് കുഞ്ഞ്. അവിടെ അഴുക്കാ, വെള്ളമൊക്കെ ഉണങ്ങണതിന്. അമ്മ രാവിലെ തുണിയലക്കും വിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ, ഞാൻ പോവാണേ. അപ്പോൾ ഇനി ഫ്രണ്ട്സ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് ഒതുക്കി തുടങ്ങണം. ഒരു സൈഡിൽ നിന്ന് ഞാൻ ഒതുക്കും, അവനൊരു സൈഡിൽ നിന്ന് റെഡിയാക്കിക്കൊണ്ട് വരും. എന്നാലും നമുക്ക് നമ്മുടെ പണി ചെയ്യണം. അപ്പോൾ വാവ എന്തായാലും കിടന്ന് നല്ല സുഖം ഉറക്കമായതുകൊണ്ട് നമുക്ക് നമ്മുടെ പണിയൊക്കെ കുറേശ്ശെ ചെയ്യാൻ പറ്റും. ഡാനിമോൻ വണ്ടി ആക്സിഡൻ്റ് ആക്കി ഇട്ടേക്കുമെന്നൊക്കെയാണ് പറയുന്നത്. മറിച്ചിട്ടിട്ടുണ്ട് അവിടെ. ഇപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ ബോറായി കിടക്കുന്ന എൻ്റെ കട്ടില്ല. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. ഫസ്റ്റ് തന്നെ എല്ലാം ഒന്ന് മടക്കി ഒക്കെ ഒന്ന് ഒതുക്കിയെടുത്ത് വെക്കണം. പിന്നെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടണം. അപ്പോൾ അതൊക്കെയാണ് ആദ്യം ഞാൻ ചെയ്യുന്നത്. വാവ നല്ല ഉറക്കമായതുകൊണ്ട് അനക്കമില്ലാതെ പെട്ടെന്ന് പണി തീർക്കുവാണെങ്കിൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ പണിയാകും. വാവയ്ക്കാണെങ്കിൽ ഇടയ്ക്ക് ഇപ്പം കുത്തി വെച്ചതുകൊണ്ട് തന്നെ നല്ല വേദനയൊക്കെ കാലിന് കാണും. അപ്പോൾ ഞാൻ എന്തായാലും വാവയുടെ അലക്കാനുള്ള തുണിയൊക്കെ എടുത്ത് മാറ്റി വെച്ചു. കൊണ്ടുവന്ന ബാഗാണ്, അതൊക്കെ താഴെയൊക്കെ ഇട്ടിട്ട് നടന്നത്. അപ്പോൾ അതൊക്കെ വലിച്ച് കയറ്റി മണ്ടേ വെച്ചു. പിന്നെ ഇനിയിപ്പം ഇവിടെ എത്ര ക്ലീൻ ചെയ്താലും കണക്കാണ്. എന്നാലും അവിടെ ജസ്റ്റ് ഒന്ന് ഒതുക്കി തന്നെ വെക്കാം. വാവയുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും അങ്ങനെ കറക്റ്റായിട്ട് തന്നെ വെക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും അവൻ്റെ പൗഡർ സാധനങ്ങളൊക്കെ തിരിച്ചെടുത്ത് റെഡിയാക്കി വെക്കുന്നതിന് മുമ്പ് കരച്ചിൽ ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ കൊണ്ട് ഇട്ടിട്ടങ്ങ് പോകും. കസേരയൊക്കെ പതുക്കെ വെക്കുന്നത്. എണീറ്റ് എനിക്ക് 8ൻ്റെ പണിയാണ്. അതുകൊണ്ട് പിന്നെ പതുക്കെ ഒന്ന് അടിച്ചൊക്കെ ഒന്ന് വാരി ഞാൻ. അപ്പം റൂമിലെ പണിയാണ് ഇത്രയും ഒച്ച കുറച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും പുള്ളി ചെറിയൊരു ഒച്ച കേട്ടാൽ തന്നെ എണീക്കും. അപ്പോൾ അത്യാവശ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഹോളിലെ പരിപാടിയാണ്. അപ്പോൾ ഹോള് വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഹോളിലോട്ട് പോകാം. അതിന് മുമ്പ് ഇതൊന്ന് കണ്ടോ. ഡാനിമോന് കട്ടിലേ കിടന്ന് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മാഷാബേറിനകത്ത് മാഷ കട്ടിലേ കിടന്ന് തുള്ളുന്നത് കാണുന്നതുകൊണ്ട് പുള്ളിക്ക് കട്ടിലേ കിടന്ന് ചാടുന്ന ഇഷ്ടം. എന്നാലും ബെഡ്ഷീറ്റ് മാറ്റിയിട്ടിട്ട് ചാടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള സ്ഥലമെന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ ഞാൻ എല്ലാം എന്ന് വെച്ചാൽ ബെഡ് വിരിക്കുന്നത് മാത്രമേ വീഡിയോ എനിക്ക് എടുക്കാൻ കിട്ടിയുള്ളൂ. ഞാൻ ബാക്കി അവിടെ അടുക്കുന്നതൊക്കെ വീഡിയോ എടുത്തായിരുന്നു വലിയ കാര്യത്തിൽ. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്തെ നോക്കിയപ്പോഴാണ് സംഗതി കുറച്ച് കാണാതെ പോയി. കാരണം ഞാൻ അടുക്കി വെക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന വീഡിയോസൊന്നും ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ അതെന്തോ പറ്റി പോയിട്ടുണ്ട്. എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചെന്ന് അവിടെ. എന്തായാലും അത് കാണാനില്ല. ഡാനുവൻ എന്തൊക്കെയോ എന്ന് പറയുന്നുണ്ട്. ഉറങ്ങാൻ പോണോ? ആണോ? തനേനെ വേണോ? ഇനിയിപ്പോൾ ഈ തുണി ഒന്ന് അഴിച്ച് മാറ്റാൻ പോകണം. ഇത് ഇട്ടേക്കുന്നത് എന്നാന്ന് വെച്ചാൽ അവിടുന്ന് രാത്രിയിൽ എന്തെങ്കിലും വെളിയിൽ നിന്ന് ഇങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു കർട്ടൻ ഉണ്ടെന്ന് കുറേ നാളായിട്ട് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് അഴിച്ചു വെച്ചു. ഇനി ഈ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ എന്തായാലും അടിച്ച് വരുന്നുണ്ട് കേട്ടോ. അടിച്ച് വരുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ നിന്ന് തൂത്ത് വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒത്തിരി നേരമൊന്നും ഇതിങ്ങനെ കിടക്കുകയില്ല, അങ്ങ് മാറിപ്പോകും. ആ ഷീറ്റൊക്കെ അങ്ങനെ കീറിയിട്ടേക്കുന്നത് എൻ്റെ കുഞ്ഞാണ്. അവർ ചെറിയ അറ്റം കീറിയത് കണ്ടാൽ മതി, ബാക്കി അവൻ ഫുള്ള് വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കിടക്കുകയാണ്. കുഞ്ഞുങ്ങളുള്ള വീടാകുമ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇനിയിപ്പം
ഈ കുപ്പിയൊക്കെ മാറി റെഡിയാക്കി വെച്ച് ഇന്നൊന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച, പക്ഷേ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. വാവയുടെ കേൾക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നടക്കുകയില്ല. അതിൻ്റെ ഇലയൊക്കെ അങ്ങ് മഞ്ഞിക്കാൻ തുടങ്ങി, എന്താണെന്ന് അറിയത്തില്ല. ഇനി അത് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. എന്തായാലും മാറണം. പിന്നെ ഇപ്പുറത്തിരിക്കുന്ന കുപ്പി കണ്ടില്ല, അത് ഞാനൊരു പശ എന്ന് വെച്ചാൽ തുണി മുക്കുന്ന പശയുടെ കുപ്പി കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചേക്കുന്നു. അതുപോലെ ഒരു കുപ്പി കൂടെ ഉണ്ട്, അത് ഇപ്പുറത്തും കൂടെ റെഡിയാക്കി വെക്കണം. അതിനിടയ്ക്ക് വാവ എണീറ്റു ഫ്രണ്ട്സ്. അപ്പം ഞാൻ അവനെ നാട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ കഴിക്കാൻ എന്തായാലും അമ്മമാർ ഇരിക്കുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് അറിയാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കറക്റ്റ് ആ സമയമാകുമ്പോൾ പുള്ളി കേൾക്കും. അപ്പോൾ അമ്മ ആട്ടിക്കൊണ്ടിരിക്കും, എന്നെങ്കിലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും അതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തില്ല. ഐസ്ക്രീം ഡാൻസിട്ട് ഫോൺ എടുത്തായിരുന്നോ അപ്പോൾ ആ നേരത്ത്? അയ്യോ, ഫോൺ എടുത്തായിരുന്നോ നേരത്തെ? ഇല്ലേ, ഒരിടത്ത് നിക്കടാ, ഇങ്ങോട്ട് കാണുന്ന. വീണോ? അയ്യോ അമ്മേ, ഡാനി വീണോ? ആനോടി. ഡാനി ഇങ്ങോട്ട് നോക്കിയാ മതി. അമ്മയ്ക്ക് ഐസ്ക്രീം മേടിച്ചിട്ട് ഒരു ബിസ്ക്കറ്റും. ആണോ? ആ ടാറ്റാ. ഫോൺ എടുത്തോ ഡാനിച്ചേട്ടാ? ആണോ? ഒന്ന് എടുത്തോണ്ട് പോ. ആണോ? കടയിലാണോ ഫോണ്? നിക്കറിനകത്ത് വെക്കുവാണോ ഫോണ്? ആണ്ട, ഒരാൾക്ക് കരി കീറുന്ന അപ്പത്തേക്ക് ഈച്ചോ പതുക്കെ ഡാനിയുടെ ഇതാരേ മെത്ത ഇങ്ങനെ ആക്കി? നേരെ വിരിച്ചിട്ട് മെത്ത നേരെ വിരിച്ചിട്ട്. ആ കണ്ട, എടാ വിരിച്ചിടാ. അടുപോയി. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി എന്തായാലും ഞങ്ങളൊന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും ഇത്രയും സമയമൊക്കെ അല്ലേ ഒന്ന് ഉറങ്ങിയേക്കണ്ട. അനിമ എന്തായാലും അമ്മയുടെ കൂടെ ചടി കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉറങ്ങിയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് കേട്ടോ. വീട്ടിലായതുകൊണ്ട് കമ്മലൊന്നും ഇടത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ എണീറ്റിരിക്കുകയാണ്. വാവ നല്ല ഉറക്കം, അതുകൊണ്ടൊന്നും മിണ്ടാതിരിക്കുന്നത്. കണ്ടോ, വാവ നല്ല ഉറക്കത്തിലാണ്. ഡാനിമോന് ഞാൻ ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. അവന് മാഷ കണ്ടുകൊണ്ടിരിക്കുക. അമ്മ വെളിയിൽ എന്തൊക്കെയോ പണിയായിരുന്നു. അല്ലെങ്കിൽ മിക്കവാറും അമ്മ തന്നെയാണ് ഫുഡൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും രാത്രിയായി. കുഞ്ഞാവ താണ്ട് കരയാൻ പോകും. പറഞ്ഞു തീർക്കാനുള്ളതുകൊണ്ട് സ്ലോ മോഷൻ ആക്കി ഇട്ടേക്കുന്നതാണ്. വാവയുടെ കുത്തിവയ്പ്പും കരച്ചിലും ഒക്കെ ആയിട്ട് ഞങ്ങളും ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വീഡിയോസൊന്നും എടുക്കുന്നില്ല. ഇന്ന് എന്തായാലും ഇവിടെ കൊണ്ടങ്ങ് നിർത്താമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉറക്കം വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.